ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 57/2025 ചോദിച്ച ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ 1, 2, 3 ശരി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പോൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യം പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ പരീക്ഷണ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ 1, 2, 3 പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. ചട്ടമ്പിസ്വാമിയുടെ കൃതികൾ: പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1, 2, 4 പൊടിവര കുഞ്ഞപ്പു നായർ, കോയിത്താട്ടി ചിരുകണ്ഠന്, പള്ളിക്കൽ അബൂബക്കർ. അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്താൻ ആൻസർ 1, 2, 3 USA-യുടെ 16ാമത്തെ പ്രസിഡന്റായിരുന്നു അബ്രഹാം ലിങ്കൺ. 1861 ഏപ്രിലിൽ അമേരിക്ക ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1865 ഏപ്രിൽ ഔദ്യോഗികമായി യുദ്ധം അവസാനിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ: 1945 ഒക്ടോബർ 26 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 1, 3, 4 ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ലോക ജനതയുടെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ 1945 ഒക്ടോബർ 26 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ലോക ജനതയുടെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, മനുഷ്യന്റെ മൗലിക ആവശ്യങ്ങൾ ഉറപ്പുവരുത്തുക. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, 3, 4 രാജ്യത്തിന്റെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവന. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. കോസി ബീഹാറിൻ്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നു. ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ് ഗൾഫ് സ്ട്രീം. ഉഷ്ണമേഖല ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്രമേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 3 ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ, അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രം, ഹരിക്കെയിൻ. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രം ഹരിക്കെയിനാണ്. ചൈന കടൽ, പസഫിക് സമുദ്രം ടൈഫൂൺ ആണ്. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിൽ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് പാമ്പാടിച്ചോല നാഷണൽ പാർക്കാണ്. ധരാതലി ഭൂപടങ്ങൾ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രദാനം ചെയ്യുന്നു? കുത്തനെയുള്ള ചരിവാണ്. നികുതി, പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയെ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെൻറ് നയം അറിയപ്പെടുന്നത് ധനനയം എന്നാണ്. ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഒഡീഷയാണ്. താഴെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് സി ആണ്. അപ്പോൾ ബാക്കി 3 ശരി. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951-56. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007-2012 ആണ്. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ കൃഷി യോജന പദ്ധതി എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു എന്ന് വെച്ചാൽ 100 ആണ്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ
സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റാണ് സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടൻ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക, അർദ്ധ ഫെഡറൽ സിസ്റ്റം സമ്പ്രദായം എന്ന് പറയുന്നത് കാനഡ, നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ്. താഴെ പറയുന്ന പ്രസ്താവന ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 2 മാത്രമാണ്. 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശ മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തി ചില പ്രധാന ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ശരിയായിട്ടുള്ളത് ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 42ാം ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തെ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86ാം ഭേദഗതി എന്ന് പറയുന്നത് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി. 52ാം ഭേദഗതി എന്ന് പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമം. 42 ഭരണഘടനയുടെ ആമുഖത്തെ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86 നിർബന്ധിത സൗജന്യമായ വിദ്യാഭ്യാസം. 73 പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി. 52 എന്ന് പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമമാണ്. താഴെ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്ര നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടാത്തത് അയിത്താചാര നിർമ്മാർജ്ജനമാണ്. അപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം, രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഏകീകൃതമായ ഒരു സിവിൽ നിയമസംഹിത, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. താഴെ പറയുന്ന കേന്ദ്രകാര്യ നിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് വെച്ച് 1ഉം 2ഉമാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിൻ്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വനമാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം. ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷനാണ് രാംനാഥ് കോവിന്ദ്. കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികം പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേരെന്താണ്? വിദ്യാസമുന്നതിയാണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന എന്ന് വെച്ചാൽ ഇവയെല്ലാം യോജിക്കുന്ന പ്രസ്താവനയാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഭരണഘടനയുടെ 73ാം ഭേദഗതി പഞ്ചായത്തുകളിലെ, 74ാം ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചുള്ളതാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെ മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിൻ്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. കേരള സംസ്ഥാനത്തെ പഞ്ചായത്തുകളിലെ, മുനിസിപ്പാലിറ്റികളിലെ എല്ലാ തലങ്ങളിലും മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരാണ് യോദ്ധാവ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായി നഷ്ടമാകുന്ന രോഗാവസ്ഥയുടെ പേരാണ് സിറോഫ്താൽമിയ. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് റെഡ് റിബൺ ക്ലബ്ബ്. മനുഷ്യരുടെ അസ്ഥികളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയെ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉമാണ്. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. മനുഷ്യരിൽ 12 ജോഡി വാരിയലുകളുണ്ട്. അമൃതാദേവി ബിഷനോയ് അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വനസംരക്ഷണമാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തെ കണ്ടെത്തിയ ഹോമനോലേഡി എന്ന മനുഷ്യപൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? റൈസിംഗ് സ്റ്റാർ കർവ് ആണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? സുനിത വില്യംസിനാണ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത്. ദൃശ്യപ്രകാശത്തെ ആവൃത്തി F1ഉം മൈക്രോവേവിൻ്റെ ആവൃത്തി F2ഉം എക്സ് കിരണങ്ങളുടെ ആവൃത്തി F3ഉം ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിന് ശരിയായത്
എ ആണ് ആൻസർ. ഒരു പ്രൊജക്ടൈലിൻ്റെ പറക്ക സമയം 2 സെക്കൻഡ് ആണ്. അതിൻ്റെ പരമാവധി ഉയരം എന്ന് പറയുന്നത് 5 mm ആണ്. താഴെ പറയുന്ന പ്രസ്താവന ഗുരുത്വാകർഷണ മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ 1, 3 പ്രസ്താവന മാത്രമാണ് ശരി. ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ധ്രുവപ്രദേശങ്ങളിലേക്ക് ജിയിൽ ഏറ്റവും ധ്രുവപ്രദേശങ്ങളിലാണ് ജിയുടെ മൂല്യം ഏറ്റവും കൂടുതലുള്ളത്. ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ബഹിരാകാശത്തെ വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചതെന്ന് വെച്ച് SDX-01 ആൻഡ് STS-02. ചില മൂലകങ്ങളുടെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടുപിടിക്കാനാണ്. ട്രാൻസ് യുറേനിയം മൂലകം എന്ന് പറയുന്നത് ഫെർമിയമാണ്. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളെ അമോണിയ എന്ന സംയുക്തത്തെക്കുറിച്ച് ശരിയായി കണ്ടെത്താനാണ് ചോദിച്ചത്. 1ഉം 2ഉമാണ്. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണുള്ളത്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് വെച്ചാൽ ഗെയർ-ലുസാക് നിയമമാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? എസ് ആണ്. തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് ശക്തൻ തമ്പുരാൻ. താഴെ പറയുന്ന 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആര് എന്ന് വെച്ചാൽ സുഖ്ജിത് സിംഗ് ആണ്. അപ്പം മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയത് ഗുകേഷ് ഡി, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് എലിയാസ് ചവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1ഉം 2ഉമാണ്. പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യകേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. ഇരേമൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്ന ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ്. കീചകവധവും ഉത്തരാസ്വയംവരം. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി എന്ന് പറയുന്നത് ഗായത്രി സ്പിവാക് ആണ്. ഇനിയുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. Identify the segment of the sentence that contains a grammatical error ആണ്. It's actually does take place and water on this area was forbidden. Answer എന്ന് പറയുന്നത് and the water on this area ആണ്. ഒറ്റപ്പദം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. സുമിത്രയുടെ പുത്രൻ എന്ന് പറയുന്നത് സൗമിത്രിയാണ്. പര്യായപദം താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് മാവിൻ്റെ പര്യായപദം എന്ന് പറയുന്നത് ചൂതമാണ്. സ്ത്രീലിംഗം എഴുതാനാണ് ചോദിച്ചത്. തീ ആണ് ശരിയായിട്ടുള്ളത്. വിപരീത പദം ഗൗരവത്തിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് ലാഘവമാണ്. ജീവിതത്തിൽ ആപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലാണ് ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നുവെന്ന്. കേട്ടു എന്ന പദം പിരിച്ചെഴുതുന്നു. കേൾ പ്ലസ് തൂ ആണ്. കണ്ണടി ചിരട്ടാക്കുക എന്ന ശൈലിയുടെ സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക എന്നാണ്. ഏത് ബഹുവചന പ്രത്യയമാണ്? പൂജക ബഹുവചനമാണ്. താഴെ തന്നിരിക്കുന്ന കന്നം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഘാതകനാണ്. ദുഷ്യന്തൻ്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം എന്ന് വെച്ച് ഓടിയാണ്. അതീവ സുരക്ഷ. ഇനി സ്പെഷ്യൽ ടോപ്പിക്കാണ്. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ എന്ന് പറയുന്നത് 1ഉം 2ഉം 3ഉമാണ്. ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ. കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നത് ശരിയല്ലാത്തത്. ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കുമെന്നതാണ് ശരിയല്ലാത്തത്. തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതിന് വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്ന ഒരു കൗൺസിലർ പ്രവർത്തിക്കേണ്ടത് ആരാണ്? വെൽഫെയർ ഓഫീസർ. 2014 കേരള പ്രിസണുകളും സന്മാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങളും പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിലെ അംഗമല്ലാത്തത് ആര് എന്ന് വെച്ചാൽ പോലീസ് DGP ആണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായവ ഏവ എന്ന് ചോദിച്ചാൽ 1ഉം 3ഉം ശരിയാണ്. തുറന്ന ജയിലുകളിൽ വേതന അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അന്തേവാസികളുമായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹതയുണ്ടായിരിക്കുന്നതാണ്. മനുഷ്യാവകാശ കമ്മീഷന് നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നത് ആയ ഒരു വ്യക്തി.
ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത് തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല 1 വർഷം. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? IG ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെ അംഗങ്ങളെ നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ട കമ്മിറ്റി അംഗമല്ലാത്ത വ്യക്തി നിയമമന്ത്രിയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യം സംബന്ധിച്ചുള്ളതാണ്. അപേക്ഷ ലഭിച്ച എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? 48 മണിക്കൂറിന്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായിട്ടുള്ളവ 1, 2 5 വർഷം കാലാവധി 65 പൂർത്തിയായ ശേഷം സ്ഥാനം വഹിക്കാൻ പാടില്ല. വിവരം ലഭിക്കുന്നതിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദമാണ്? 19. വിവരാവകാശ നിയമപ്രകാരം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നതിന് തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളവ 250 വീതം ഒരു ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴസംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാണ് 25,000. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറയുന്ന വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത് 1, 2, 3 ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും സുരക്ഷിതത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ, വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരം, അറസ്റ്റിനോ പ്രോസിക്യൂഷന്റെ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തിയിരിക്കുന്ന ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാകുന്ന ആരോഗ്യപരമായ മനഃസാന്ത്വന രീതിയാണ് സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി ഉപയോഗിക്കുന്നത്. എബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതയുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്ന ഏത് ഘട്ടത്തിലാണ്? ആത്മസാക്ഷാത്കാരമാണ്. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 2, 3 പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. ഭാവിയിൽ സംഭവിക്കുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. ഹോവാർഡ് ഗാർട്ട്നറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയുക്ത ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുള്ള കഴിവ്.